സ്വാഗതം. തിന്മ നിറഞ്ഞ ഈ ലോകത്തെ എങ്ങനെ അതിജീവിക്കാം? സങ്കീർത്തനം 141 എന്ന പുരാതന പ്രാർത്ഥനയിലൂടെ നമുക്കിതൊന്ന് പരിശോധിക്കാം. പ്രലോഭനങ്ങൾ എങ്ങുമുണ്ടല്ലേ? അനുദിന ജീവിതത്തിലെ ഇത്തരം കെണികളിൽ നിന്ന് നാം എങ്ങനെ നമ്മെ തന്നെ സംരക്ഷിക്കും? തന്റെ പ്രാർത്ഥന പെട്ടെന്ന് കേൾക്കണമേ എന്ന വളരെ വൈകാരികവും അടിയന്തരവുമായ ഒരു അഭ്യർത്ഥനയോടെയാണ് ഇതിൽ സ്രഷ്ടാവിനെ വിളിച്ചപേക്ഷിക്കുന്നത്. ഒന്ന് സങ്കൽപ്പിച്ചു നോക്കൂ, സായാഹ്നബലിയിലെ പുക പോലെ നമ്മുടെ പ്രാർത്ഥനകളും നിരന്തരം ദൈവത്തിലേക്ക് ഉയരണമെന്ന മനോഹരമായ ചിത്രീകരണമാണിത്. ഇനി ശ്രദ്ധിച്ചേ, വളരെ തീവ്രമായ ഒരു ആന്തരിക അച്ചടക്കത്തിലേക്കാണ് ഇവിടെ നാം കടക്കുന്നത്. ഇതൊരു വലിയ പോരാട്ടമാണ്. ഇതിൽ ഏറ്റവും നിർണായകമായത് എന്താണെന്നോ, ഒരേ സമയം നമ്മുടെ വാക്കുകളെയും ഹൃദയത്തെയും ആഗ്രഹങ്ങളെയും നാം കർശനമായി കാത്തുസൂക്ഷിക്കണം. ദുഷ്ടരായ മനുഷ്യർ നൽകുന്ന ആകർഷകവും മധുരമുള്ളതുമായ വാഗ്ദാനങ്ങളിൽ നിന്ന് പൂർണ്ണമായും അകന്നു നിൽക്കാൻ ഇവിടെ പ്രത്യേകം ആവശ്യപ്പെടുന്നുണ്ട്. ശരി, ഈ ആന്തരിക അച്ചടക്കം മറ്റുള്ളവരുമായുള്ള നമ്മുടെ ദൈനംദിന ബന്ധങ്ങളിൽ എങ്ങനെയാണ് പ്രതിഫലിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. നല്ല മനുഷ്യരുടെ വേദനിപ്പിക്കുന്ന തിരുത്തലുകളെ ദുഷ്ടരുടെ അപകടകരമായ സ്നേഹപ്രകടനങ്ങളുമായി ഇവിടെ കൃത്യമായി താരതമ്യം ചെയ്യുന്നുണ്ട്. അതായത്, വെറും പൊള്ളയായ പ്രശംസകൾ കേട്ട് വഴിതെറ്റാതെ ശരിയായ വിമർശനങ്ങളെ സന്തോഷത്തോടെ ഉൾക്കൊള്ളാൻ നാം പഠിക്കണം. നീതിരഹിതരായ ആളുകൾ പാറമുകളിൽ നിന്ന് തള്ളിയിടപ്പെട്ട് നശിക്കുന്നതിന്റെ വളരെ ഭയാനകമായ ഒരു ചിത്രമാണ് ഇത് വരച്ചു കാണിക്കുന്നത്. അങ്ങനെ ഒരു തകർച്ച നേരിടുമ്പോൾ ഈ വാക്കുകൾ എത്രമാത്രം സൗമ്യവും സത്യവുമായിരുന്നുവെന്ന് ദുഷ്ടർ ഒടുവിൽ തിരിച്ചറിയും. ഈ വലിയ അരാജകത്വത്തെ അതിജീവിക്കണമെങ്കിൽ നാം നമ്മുടെ ദൃഷ്ടി പൂർണ്ണമായും നമ്മുടെ ദൈവത്തിൽ മാത്രം ഉറപ്പിച്ചിരിക്കണം. ദുഷ്ടർ രഹസ്യമായി ഒരുക്കിവെച്ചിരിക്കുന്ന വലകളിലും കെണികളിലും പെടാതെ കാക്കണമേ എന്നാണ് വളരെ തീവ്രമായി ഇവിടെ അപേക്ഷിക്കുന്നത്. അതെ, ഇതിലെ ഏറ്റവും വലിയ വിരോധാഭാസം എന്തെന്നാൽ ദുഷ്ടർ തങ്ങൾ തന്നെ ഒരുക്കിയ കെണികളിൽ ഒടുവിൽ സ്വയം വീഴുന്നുവെന്നതാണ്. ഈ വിശകലനം അവസാനിപ്പിക്കുമ്പോൾ സ്വയം ചോദിക്കുക, നിങ്ങളുടെ ജീവിതത്തെ നയിക്കാനും തിരുത്താനും ആരെയാണ് നിങ്ങൾ അനുവദിക്കുന്നത്? ചിന്തിക്കുക.